ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പ് ലേഖനം 3 അധ്യായം 2 മുതൽ 4 അധ്യായം 9 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ രക്ഷാമാർഗത്തിനുള്ള പൗലോസിൻ്റെ മാതൃകയിൽ ആത്മീയ പരിച്ഛേദന, അബ്രഹാമിൻ്റെ സന്തതികൾ, പുതിയ സൃഷ്ടി, ആത്മാവിലുള്ള ജീവിതം എന്നിങ്ങനെ 4 കാര്യങ്ങളെക്കുറിച്ച് ഈ ഭാഗം നമുക്ക് വെളിച്ചം പകരുന്നു. അതിലൊന്നാമത്തേത് ആത്മീയ പരിച്ഛേദന. പുറമെ യഹൂദനായിരുന്ന് ശരീരത്തിൽ ഏൽക്കുന്നതല്ല നമ്മുടെ രക്ഷിതാവ് പുതിയ നിയമ ജനതയ്ക്ക് കാണിച്ചു തന്ന പരിച്ഛേദന. യഹൂദനേറ്റത് ശാരീരിക പരിച്ഛേദനയാണ്, എന്നാൽ ഒരു ക്രിസ്ത്യാനി ഏൽക്കുന്ന ആത്മീയ പരിച്ഛേദനയാണ്. ആത്മീയ പരിച്ഛേദനയുടെ ആത്മശരീര മനസ്സുകളുടെ പരിച്ഛേദന ക്രിസ്ത്യാനിയിൽ നിവർത്തിക്കപ്പെടുന്നു. അത് ആത്മാവിലൂടെ മനുഷ്യഹൃദയത്തിൽ വിശ്വസിക്കുന്നതിലൂടെ സംഭവിക്കുന്ന മാറ്റമാണ്. ഒരുവൻ ദൈവജനമാകുന്നത് പുറമേ കാണുന്ന ശാരീരിക അടയാളങ്ങളാലല്ല, മറിച്ച് അകമേയുള്ള വിശ്വാസത്താലാണ്. അത്തരക്കാർക്ക് ലഭിക്കുന്നത് മനുഷ്യരുടെ അംഗീകാരമല്ല, ദൈവത്തിൻ്റെ പുകഴ്ചയാണെന്ന് റോമാലേഖനം സാക്ഷീകരിക്കുന്നു. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കുമെന്ന് റോമാലേഖനം 2 അധ്യായം 28 29. അതുകൊണ്ട് പുതിയ നിയമവിശ്വാസികളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. അവർ ആത്മശരീര മനസ്സുകളുടെ ആത്മീയ പരിച്ഛേദനയാണ് വിശുദ്ധ മാമോദീസയിലൂടെ ഏറ്റിരിക്കുന്നത്. അത് പൂർണ്ണമാണ്. മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തെ രണ്ടാമത്തെ ചിന്ത അബ്രഹാമിൻ്റെ സന്തതികൾ എന്നതാണ്. അബ്രഹാമിൻ്റെ യഥാർത്ഥ സന്തതികൾ എന്നത് വംശീയമായ ബന്ധമല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്നതാണ്. യഹൂദന്മാരുടെ വാദത്തെ തള്ളിക്കൊണ്ട് അവർ കാത്തിരുന്ന മശിഹായാണ് വന്നെത്തിയതെന്നും അവനിൽ വിശ്വസിച്ച് ആ സത്യദൈവത്തെ സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ അബ്രഹാമീയ സന്തതികളെന്നും പരിശുദ്ധാത്മാവ് ഇവിടെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. അതെ, വിശ്വാസികളെല്ലാവരും അബ്രഹാമിൻ്റെ മക്കളും വാഗ്ദത്തപ്രകാരം അവകാശികളുമാണെന്ന് ഗലാത്യ ലേഖനം 3 അധ്യായം 7 29. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിലും സാറയിലും കൂടി വാഗ്ദത്തപ്രകാരം ഇസഹാക്ക് ജനിച്ചുവെങ്കിൽ, വാഗ്ദത്തപ്രകാരം ജനിച്ച ക്രിസ്തുവിനെ അത്ഭുതമന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാനപ്രഭുവായി, രക്ഷിതാവായി, മശിഹ ആയി സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ അബ്രഹാമ്യ മക്കളെന്ന രഹസ്യമാണ് ഇവിടെ വെളിപ്പെട്ടത്. അതെ, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ യഥാർത്ഥ മക്കളായിത്തീരും. അടുത്ത ചിന്ത പുതിയ സൃഷ്ടിയെക്കുറിച്ചാണ്. ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ കർമ്മങ്ങളോ അതായത് പരിച്ഛേദന, ആചാരങ്ങളോ അല്ല പ്രധാനം, മറിച്ച് ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശാണ് വിശ്വാസിയുടെ ഏക പ്രശംസ എന്ന് ഗലാത്യ ലേഖനം 6 14 15. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടം ആത്മാവിലുള്ള ജനനവും ആത്മാവിലുള്ള ആരാധനയുമാണ്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചുവെന്ന് ഗലാത്യർ 4:6 വെളിപ്പെടുത്തുമ്പോൾ, നമ്മുടെ പാപപരിഹാരത്തിനായി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട ക്രിസ്തു എന്ന രക്ഷിതാവ് പുനരുത്ഥാനം ചെയ്ത് ലോകത്തെയും സാത്താനെയും പാപത്തെയും മരണത്തെയും ജയിച്ച ക്രിസ്തുവിനോടുകൂടെ മാമോദീസായിലൂടെ ഒരു വിശ്വാസി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അഥവാ വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നുവെന്ന് ഗലാത്യ ലേഖനം 2:20 പറയുന്നു. അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. നാലാമത്തെ ചിന്ത ആത്മാവിലുള്ള ജീവിതമാണ്. ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് പുത്രനിൽ വസിച്ചുകൊണ്ട്
തൻ്റെ, അതായത് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:10 വെളിപ്പെടുത്തുന്നത് പോലെ സ്നാനത്തിലൂടെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന നമ്മിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അതാണ് കൃപയിലുള്ള ജീവിതം. ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ ആത്മാവിലാലുള്ള ജീവിതമാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത് എന്ന് റോമർ 8:15. അപ്പോൾ ദാസ്യത്തിലുള്ള ഭയമല്ല, മറിച്ച് ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയതുകൊണ്ട് നമുക്ക് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ, മാമോദീസയിലൂടെ, ആത്മശരീര മനസ്സുകളുടെ ആത്മീയ പരിച്ഛേദനയേറ്റ നാം ക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൻ്റെ പദവി സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൃപയിൽ നയിക്കപ്പെട്ട് പുത്രത്വത്തിൻ്റെ പദവി നിലനിർത്തിയും കൊണ്ട് ആത്മാവിൽ ആരാധിച്ച് ക്രിസ്തുവിൽ മുന്നേറുവാൻ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.